അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സെഗ്മെന്റ്, അതായത് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും ഒരു 2 ടാസ്കും. വളരെ സിമ്പിളാണ്. സിമ്പിളായിരിക്കും. അപ്പോൾ ഞാനത് ഷാൻചിനെ ചോദിക്കാം. കുസൃതി ചോദ്യമാണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അവാർഡ്. അയ്യോ തെറ്റിപ്പോയി, സോറി. അങ്ങനല്ല, കട്ട് നമ്മൾ അത് മാറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. എപ്പോഴും വിശപ്പുള്ള കൺട്രി. എപ്പോഴും വിശപ്പുള്ള കൺട്രി. കുസൃതി ചോദ്യ. എന്നാ ഒരു കൺട്രിയുടെ എന്താ പറയാ, ഹംഗറിയാണോ? കറക്റ്റ്. അതെങ്ങനെ മനസ്സിലായി? നേരത്തെ ഫ്രഷ് ആയിരുന്നല്ലേ. പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്നത് എന്ത്? പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്നത് എന്ത്? ചെയ്തായിരുന്നോ? ഇല്ല, ഇത്തവണ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ ഞാനും ചെയ്തില്ല. എന്താ? വോട്ടല്ലേ? ഇത് ശരിയല്ല കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉത്തരം തരാമോ? ഇല്ല, നമുക്ക് ടാസ്ക് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലോട്ട് വേണ്ട, ഞാൻ ചോദിക്കുന്നതല്ല, എനിക്ക് റിപ്ലൈ തരുന്നു. അടുത്തത്, ഏറ്റവും ചെറിയ പാലം. ഏറ്റവും ചെറിയ പാലം. അത് പറയത്തില്ല. മൂക്കിന്റെ പാലം. എന്താ ഷാൻചേട്ട ഇങ്ങനെ കഷ്ടപ്പെടെങ്കിലും ഒന്ന് തെറ്റിക്കോ പ്ലീസ്. അടുത്തത് ഞാൻ അറിഞ്ഞോണ്ട് അറിയാത്ത പോലെ കഷ്ടമുണ്ട്. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ. എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത വേർഡ്. എങ്ങനെ എഴുതിയാലും ശരിയാവാത്ത വാക്ക്. എങ്ങനെ എഴുതിയാലും വേണ്ട, അറിഞ്ഞൂടാ. വേണ്ട, ആൻസർ പറഞ്ഞു. അറിയാം, അഭിനയിക്കണ്ട, ആൻസർ പറ. എന്നാലും കള്ളം പറയരുത്. ശരിക്കല്ലേ? തെറ്റ്. ഞാൻ പോവാ. ആളുകൾ എപ്പോഴും തെന്നി വീഴുന്ന കൺട്രി. ആളുകൾ എപ്പോഴും തെന്നി വീഴുന്ന രാജ്യം. താഴെ എന്തെങ്കിലും കിടക്കുമ്പോഴായിരിക്കുമല്ലോ തിന്നുന്നത്. അത് പറ. അതെന്തെങ്കിലും ദ്രാവകമായിരിക്കണം. പെട്രോള്, ഡീസൽ, ഗ്രീസ്. നല്ല ബുദ്ധിയുണ്ടല്ലേ. ഭയങ്കര ബുദ്ധിയാ. വേണ്ട, ഇനി ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാം പുതിയ ചോദ്യങ്ങളായതുകൊണ്ട് നമുക്ക് ഒട്ടും അറിയാൻ പറ്റില്ല. അടുത്തതിന് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ചോദ്യം. ഇതിന്റെ 100 ഡേ സെലിബ്രേഷൻ ഞാൻ ബെറ്റർ ക്വസ്റ്റ്യൻ എടുക്കാം.